പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ പ്രിപ്പോസിഷൻ ഓൺ, അറ്റ്, ഇൻ തുടരുകയാണ്. നമ്മൾ ഒരു റൂമൊക്കെ ആണെങ്കിൽ ഇൻ എ റൂം, ഇൻ എ ബിൽഡിംഗ്, ഇൻ എ ബോക്സ് എന്നൊക്കെ പറയും. അതുപോലെ ഇൻ എ ഗാർഡൻ, ഇൻ എ ടൗൺ, ഇൻ എ സിറ്റി, ഇൻ എ കൺട്രി എന്നൊക്കെ പറയും. പക്ഷെ ഒരു തെരുവിൻ്റെ അറ്റം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാം അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രീറ്റ്. അവിടെ അറ്റാണ് ഉപയോഗിക്കുക, അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രീറ്റ്. വെള്ളം നിറച്ച കുപ്പീനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ദർ ഈസ് സം വാട്ടർ ഇൻ ദ ബോട്ടിൽ, അതായത് കുറച്ച് വെള്ളം എന്തെങ്കിലുണ്ട്, കുപ്പിയിലുണ്ട് എന്നാണ് പറയാം. പക്ഷേ കുപ്പിയുടെ പുറത്തൊട്ടിച്ച ലേബൽ നമ്മൾ പറയാം ദർ ഈസ് എ ലേബൽ ഓൺ ദ ബോട്ടിൽ. അപ്പോൾ അവിടെ പുറത്തൊട്ടിച്ചുകൊണ്ട് ഓൺ ആണ് പ്രിപ്പോസിഷൻ. അതുപോലെ നമ്മളൊരു നിര അല്ലെങ്കിൽ ഒരു ക്യൂ അല്ലെങ്കിൽ തെരുവ് അങ്ങനെയൊക്കെ പറയാം. ഇൻ എ ലൈൻ, ഇൻ എ റോ, ഇൻ എ ക്യൂ, ഇൻ എ സ്ട്രീറ്റ് ഒക്കെ പറയാം. അതുപോലെ ഇൻ എ ഫോട്ടോഗ്രാഫ്, ഇൻ എ പിക്ചർ, in a mirror, in the sky, in the world, in a book, in a newspaper, in a magazine, in a letter. പക്ഷേ ഇവയ്ക്കൊക്കെ പേജ് എടുത്ത് പറയുമ്പോൾ ഓണാ പറയാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ നമ്മൾ പറയാം, വെൻ ഐ ഗോ ടു ദ സിനിമ ഐ പ്രിഫർ ടു സിറ്റ് ഇൻ ദ ഫ്രണ്ട് റോ. മുൻനിര എന്ന് കാണിക്കാൻ ഇൻ ദ ഫ്രണ്ട് റോ എന്നാണ്. ഐ ലിവ് ഇൻ കിങ് സ്ട്രീറ്റ്, സാറ ലിവ്സ് ഇൻ ക്യൂൻ സ്ട്രീറ്റ്. അപ്പോൾ സ്ട്രീറ്റ് പേര് കണ്ടല്ല, ഇൻ കിങ് സ്ട്രീറ്റ്, ഇൻ ക്യൂൻ സ്ട്രീറ്റ്. ഹൂ ഈസ് ദ വുമൻ ഇൻ ദാറ്റ് ഫോട്ടോഗ്രാഫ്? അവിടെ ഓൺ ദ ഫോട്ടോഗ്രാഫ് അല്ല, ഇൻ ദാറ്റ് ഫോട്ടോഗ്രാഫ്. ഹാവ് യു സീൻ ദിസ് ആർട്ടിക്കിൾ ഇൻ ദ പേപ്പർ? ഇറ്റ് വാസ് എ ലവ്ലി ഡേ, ദർ വാസ് നോട്ട് എ ക്ലൗഡ് ഇൻ ദ സ്കൈ. പക്ഷേ ഓൺ എ മാപ്പ് എന്ന് പറയും, ഓൺ ദ മെന്യൂ, റെസ്റ്റോറൻറ്റിലേക്ക് മെന്യൂവിന്, അല്ലെങ്കിൽ ഓൺ എ ലിസ്റ്റ്, ഓൺ എ ഫാം എന്നൊക്കെയാണ് പറയാം. ഇൻ ബ്രിട്ടൻ വി ഡ്രൈവ് ഓൺ ദ ലെഫ്റ്റ്. അവർ ഫ്ലാറ്റ് ഈസ് ഓൺ ദ സെക്കൻഡ് ഫ്ലോർ ഓഫ് ദ ബിൽഡിംഗ്. ഹിയർ ഈസ് എ ഷോപ്പിംഗ് ലിസ്റ്റ്, ഡോണ്ട് ബൈ എനിത്തിങ് ദാറ്റ്സ് നോട്ട് ഓൺ ദ ലിസ്റ്റ്. ഹാവ് യു എവർ വർക്ക്ഡ് ഓൺ എ ഫാം? നമ്മൾ നദീതീരം അല്ലെങ്കിൽ റോഡരികിൽ അല്ലെങ്കിൽ എന്താ പറയുക, കടൽ തീരം എന്നൊക്കെ പറയാൻ ഓണ ഉപയോഗിക്കാം. അതായത് ഇറ്റ് ഈസ് വി സേ ദാറ്റ് എ പ്ലേസ് ഈസ് ഓൺ എ റിവർ, ഓൺ എ റോഡ്, ഓൺ ദ കോസ്റ്റ്. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓൺ എ റിവർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓൺ എ റോഡ് ഉപയോഗിക്കാം, ഓൺ ദ കോസ്റ്റ് ഉപയോഗിക്കാം. ലണ്ടൻ ഈസ് ഓൺ ദ റിവർ ടെംസ്. ടെംസ് നദീതീരത്താണ് ലണ്ടൻ പട്ടണം ഉള്ളത് എന്ന് പറയണം. Portsmouth is on the south coast of England. We say that a place is on the way to another place. We stopped at a small village on the way to London. ലണ്ടനിലേക്ക് പോകുമ്പം നമ്മളൊരു ചെറിയ ഗ്രാമത്തിൽ കുറച്ച് നേരം നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓൺ ദ വേ, ഓൺ ദ വേ മീൻസ് പോകുന്ന വഴിക്ക് എന്നുള്ളതാണ്. അതുപോലെ ദ കോണർ എന്ന് നമ്മൾ പറയാറുണ്ട്. അത് നമ്മൾ റൂമിൻ്റെയൊക്കെ ആണെങ്കിൽ ഇൻ ദ കോർണർ ഓഫ് എ റൂം എന്നാണ് പറയുക. സാധാരണ ഒരു റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻ ദ കോർണർ ഓഫ് എ റൂം. പക്ഷേ അതേ സാധനം തന്നെ തെരുവിലാണെങ്കിൽ അറ്റ് ദ കോർണർ ഓഫ് എ സ്ട്രീറ്റ് എന്നാണ് പറയുക, അറ്റ് ദ കോർണർ ഓഫ് എ സ്ട്രീറ്റ്. ദ ടെലിവിഷൻ ഇസ് ഇൻ ദ കോർണർ ഓഫ് ദ റൂം. അതുപോലെ ദർ ഈസ് എ പബ്ലിക് ടെലിഫോൺ അറ്റ് ദ കോർണർ ഓഫ് ദ സ്ട്രീറ്റ് എന്നും പറയാം, അല്ലെങ്കിൽ ഓൺ ദ കോർണർ ഓഫ് ദ സ്ട്രീറ്റ് എന്നും പറയാം. അപ്പോൾ ഇവിടെ പബ്ലിക് പ്ലേസിലാണ്. പബ്ലിക് ടെലിഫോൺ എന്ന് പറയുന്നത് സ്ട്രീറ്റിലാണ്, അതൊരു പബ്ലിക് പ്ലേസ് ആണ്. അപ്പോൾ ദർ ഇസ് എ പബ്ലിക് ടെലിഫോൺ അറ്റ് ദ കോർണർ ഓഫ് ദ സ്ട്രീറ്റ് എന്ന് പറയാം, ഓൺ ദ കോർണർ ഓഫ് ദ സ്ട്രീറ്റ് എന്നും പറയാം. അതുപോലെ ദ ഫ്രണ്ട് ആൻഡ് ദ ബാക്ക്. ദ ഫ്രണ്ട് ആൻഡ് ദ ബാക്ക് എന്ന് പറയുമ്പം വി സേ ഇൻ ദ ഫ്രണ്ട് എന്ന് പറയാം. വി സേ ഇൻ ദ ബാക്ക് ഓഫ് എ കാർ, ഇൻ ദ ബാക്ക് ഓഫ് എ കാർ. അതുപോലെ I was sitting in the back of the car when we crashed. In the back. പക്ഷേ നമ്മൾ ബിൽഡിംഗ്, സിനിമ, ഗ്രൂപ്പ് ഓഫ് പീപ്പിളൊക്കെ പറയുമ്പോൾ ദ ഗാർഡൻ ഈസ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ഹൗസ്, ഈസ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ഹൗസ്. അതുപോലെ ലെറ്റ് us sit at the front of the cinema. അപ്പോൾ തിയേറ്ററിൻ്റെ ഒക്കെ മുമ്പിലിരിക്കുക എന്നുള്ള അറ്റ് ദ ഫ്രണ്ട് എന്നാണ് പറയുക. പക്ഷേ ഫ്രണ്ട് റോ എന്ന് പറയുമ്പോൾ ഇൻ ദ ഫ്രണ്ട് എന്ന് പറയണം. മുൻനിരയിൽ എന്ന് പറയുമ്പോൾ ഇൻ ദ ഫ്രണ്ട് ആണ്. പക്ഷെ മുന്നിലിരിക്കുക എന്ന് പറഞ്ഞാൽ അറ്റ് ദ ഫ്രണ്ട് ആണ്. ഐ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ബാക്ക് സോ ഐ കുഡൻറ്റ് സീ വെരി വെൽ.
അവിടെ അറ്റ് ദ ബാക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അറ്റ് ദ ബാക്ക് റോ എന്ന് പറഞ്ഞിട്ടില്ല. അറ്റ് ദ ബാക്ക് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ ഫ്രണ്ട് റോ, അവിടെയൊക്കെ എന്താണ് ഇന്നാണ് ഉപയോഗിക്കുക. റോ പറഞ്ഞാൽ ഇന്നാണ്, വെറുതെ ബാക്ക് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അറ്റാണ്. അതുപോലെ ഓൺ ദ ഫ്രണ്ട്, ഓൺ ദ ബാക്ക് ഓഫ് എ ലെറ്റർ, ഓൺ ദ പീസ് ഓഫ് പേപ്പർ എന്നൊക്കെ പറയാം. റൈറ്റ് യുവർ നെയിം ഓൺ ദ പീസ് ഓഫ് ദിസ് എൻവലപ്പ്. അതുപോലെ നമ്മൾ പറയും വി സേ ദറ്റ് സംബഡി ഈസ് ഇൻ ബെഡ്, സംബഡി ഈസ് ഇൻ ഹോസ്പിറ്റൽ, സംബഡി ഈസ് ഇൻ പ്രിസൺ. അപ്പോൾ ബെഡിൽ, ഹോസ്പിറ്റൽ, പ്രിസൺ അതൊക്കെ പറയും ഇന്നാണ് ഉപയോഗിക്കുക. ഹീ ഈസ് സ്റ്റിൽ ഇൻ ബെഡ്. അതുപോലെ നമ്മൾ കടലിൽ എന്ന് പറയാൻ നമ്മൾ അറ്റും അതേപോലെ തന്നെ ഓണും ഇന്നും ഒക്കെ ഉപയോഗിക്കും. അറ്റ് സീയും ഇൻ ദ സീയും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഇറ്റ് വാസ് എ ലോങ് വോയേജ്, വി വർ അറ്റ് സീ ഫോർ 30 days. നീണ്ട ഒരു കപ്പൽ യാത്രയായിരുന്നു, ഞങ്ങൾ 30 ദിവസത്തോളം കടലിലായിരുന്നു എന്ന് പറയുമ്പോൾ കടലിൻ്റെ ഉള്ളിൽ എന്നുള്ളതല്ല, കപ്പലിൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ കടലിലായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ വി വർ അറ്റ് സീ ഫോർ 30 days, 30 ദിവസത്തോളം നമ്മൾ കടലിലായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കടലിലായിരുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്, കപ്പലിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അവിടെ അറ്റാണ് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ കടലിൽ എന്ന് പറയുമ്പോൾ ഐ ലവ് സ്വിമ്മിങ് ഇൻ ദ സീ, അത് നേരിട്ട് കടലിൽ തന്നെയാണ്. അപ്പോൾ അവിടെ ഇൻ ദ സീ എന്ന് പറയാണ്. അതേപോലെ തന്നെ കപ്പൽ യാത്ര എന്ന് പറയുമ്പോൾ ഓൺ എ വോയേജ് എന്ന് പറയാം, ഓൺ എ വോയേജ്. അതുപോലെ അപ്പം നേരിട്ട് കടലിലല്ലെങ്കിൽ കപ്പൽ യാത്രയൊക്കെ ആണെങ്കിൽ നമ്മൾ അറ്റ് സീ എന്ന് പറയും. കടലിൻ്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും സ്വിമ്മിങ്ങോ അങ്ങനെയൊക്കെയാണ് ഇൻ ദ സീ എന്ന് പറയും. അല്ലാത്ത കേസിൽ നമ്മൾ പിന്നെ കപ്പൽ യാത്രയ്ക്ക് ഓൺ എ വോയേജ് എന്നാണ് പറയുക. അതുപോലെ അറ്റ് ഉപയോഗിക്കുന്നത് അറ്റ് എ പാർട്ടി, അറ്റ് എ കോൺഫറൻസ്. Were there many people at the party at the meeting? I saw Jack at a football match, at a concert last day, at a concert, at a conference, at a party. ഇതൊക്കെ അറ്റാണ്. അതുപോലെ അറ്റ് ദ സ്റ്റേഷൻ, അറ്റ് ദ എയർപോർട്ട്, ഇതൊക്കെ അറ്റാണ് ഉപയോഗിക്കുക. അതുപോലെ ഓൺ ഉപയോഗിക്കുന്നു ഓൺ ഹോളിഡേ, ഓൺ ബിസിനസ്, ഓൺ എ ട്രിപ്പ്, ഓൺ എ ടൂർ, ഓൺ എ ക്രൂയിസ്. Tom is away at the moment. He's on holiday in France. അവിടെ ഇൻ ഹോളിഡേ എന്നല്ല, ഓൺ ഹോളിഡേ ആണ്. ഡിഡ് യു ഗോ ടു ജർമ്മനി ഓൺ ബിസിനസ് ഓർ ഓൺ ഹോളിഡേ? അതുപോലെ വൺ ഡേ ഐ വുഡ് ലൈക്ക് ടു ഗോ ഓൺ എ വേൾഡ് ടൂർ. അതുപോലെ ഓൺ ടെലിവിഷൻ അല്ലെങ്കിൽ ഓൺ ദ റേഡിയോ എന്നൊക്കെയാണ് പറയാം. ഐ ഡിഡൻറ്റ് വാച്ച് ദ ന്യൂസ് ഓൺ ടെലിവിഷൻ ബട്ട് ഐ ഹേർഡ് ഇറ്റ് ഓൺ ദ റേഡിയോ. അതുപോലെ ഓൺ ദ ഫോൺ അല്ലെങ്കിൽ ഓൺ ടെലിഫോൺ എന്നൊക്കെ പറയാം. You cannot phone me, I am not on the phone. I have never met her, but I have spoken to her on the phone. അതുപോലെ ഓൺ സ്ട്രൈക്ക്, ഓൺ എ ഡയറ്റ് എന്നാണ് പറയുക. There are no trains today. The railway workers are on strike. അതുപോലെ I have put on a lot of weight. I'll have to go on a diet. അതുപോലെ ഓൺ ഫയർ എന്നാ പറയുക. ദ കാർ ഈസ് ഓൺ ഫയർ, തീ പിടിക്കുക എന്നുള്ളതിന് ദ കാർ ഈസ് ഓൺ ഫയർ. ഓൺ ദ ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവായി എന്ന് പറയുന്നതിനാണ് ഓൺ ദ ഹാൾ എന്ന് പറയുന്നത്. അതുപോലെ ഇൻ ദ റെയിൻ, ഇൻ ദ സൺ, ഇൻ ദ ഷെയ്ഡ്, ഇൻ ദ ഡാർക്ക്, ഇൻ ബാഡ് വെതർ. വി സാറ്റ് ഇൻ ദ ഷെയ്ഡ്, ഇറ്റ് വാസ് ടു ഹോട്ട് ടു സിറ്റ് ഇൻ ദ സൺ. Don't go out in the rain. Wait until it stops. അതുപോലെ in ink, in pencil. When you do the exam, you are not allowed to write in pencil. അതുപോലെ in words, in figures, in block letters. Please fill in the form in block letters. അതുപോലെ in cash. I paid the bill in cash. പക്ഷേ I paid by check എന്നാ പറയുക, by credit card എന്നാ പറയുക. I paid the bill in ക്യാഷും I paid by check അല്ലെങ്കിൽ I paid by credit card. അതുപോലെ in love എന്നാണ് പറയുക, in love. Have you ever been in love with somebody? In love. അതുപോലെ in my opinion, the film was not very good. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളെല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായി ഉടൻ തന്നെ
ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.